കളിവചനമിതു ജനനി കനിവോട് പൊറുക്കണം കളിവചനമിതു ജനനി കനിവോട് പൊറുക്കണം കാര്യബോധം നമുക്കില്ലായകലായിടോ കളിവചനമിതു ജനനി കനിവോട് പൊറുക്കണം കാര്യബോധം നമുക്കില്ലായകലായടോ വിരവിനോടു ബഗനുടെ അബദ്ധം വിരവിനോടു ബഗനുടൈ. അപ്പൊ തിരുവനന്തപുരത്ത് പോയി വേൾഡ് റെക്കോർഡ് വരെ കരസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കിയുടെ വീട്ടിലാട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. വേൾഡ് റെക്കോർഡിന്റെ പ്രോഗ്രാമിന് പോയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മൊബൈലിൽ ഇപ്പൊ എല്ലാം മൊബൈലിൽ കൂടി വരുമല്ലോ, അങ്ങനെ കണ്ട് വിളിച്ച് ചോദിച്ച് രജിസ്റ്റർ ചെയ്ത് പോയതാണ്. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉടനെ കിട്ടുമെന്നാണ് അവർ അറിയിച്ചേക്കുന്നത്. മോൾക്ക് പിന്നെ ഭയങ്കര താല്പര്യമായിരുന്നു. ചെറുതിലെ മുതലേ ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ കുട്ടികളെയും കൊണ്ടുപോകും കൂടെ. അങ്ങനെ കണ്ട അവൾക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമായി. അപ്പം മൂത്ത ആളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അത് കണ്ട് പഠിച്ച് കഴിഞ്ഞ പ്രാവശ്യം UP മുതലാണ് ഓട്ടംതുള്ളൽ മത്സരം തുടങ്ങുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം മത്സരിപ്പിച്ചു, ജില്ല വരെ ചെന്നു, A ഗ്രേഡ് കിട്ടി. ഇത്തവണ മത്സരിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ പഠിക്കുന്ന സെന്റ് ജോസഫ് ഹൈസ്കൂൾ ആരക്കുഴ. അപ്പം ഓട്ടംതുള്ളലിനല്ലേ വേൾഡ് റെക്കോർഡ് കിട്ടിയത്? ഓട്ടംതുള്ളലും ഉണ്ടായിരുന്നു, ഭരതനാട്യം അവതരിപ്പിച്ചല്ലേ. മോളുടെ പേര് ആരാധ്യ അല്ലേ? ആരാധ്യ ബൈജു. ആരാധ്യ ബൈജു. ചേച്ചിയുടെ പേര് സരിത ബൈജു. ഒരുപാട് മൊമെന്റോയും കാര്യങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നത് കണ്ടു. അതൊക്കെ മോൾക്ക് ഓട്ടംതുള്ളലിന് കിട്ടിയതാണോ? മോൾക്ക് കിട്ടിയതുണ്ട്, മോന് കിട്ടിയതുണ്ട്. മൂത്തയാൾ അശ്വിൻ ബൈജു, അവൻ 2 വർഷം അടുപ്പിച്ച് സംസ്ഥാന കലോത്സവത്തിൽ ഓട്ടംതുള്ളലില് പങ്കെടുത്ത് A ഗ്രേഡ് നേടി. അതിന്റെ മൊമെന്റോയുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ശ്രീഭദ്ര കലാസമിതി കൈകൊട്ടിക്കളിയുടെ ഉണ്ടായിരുന്നു. കൈകൊട്ടിക്കളി, ഓട്ടംതുള്ളല്, നാടോടി നൃത്തം, ഗ്രൂപ്പ് ഡാൻസ് എല്ലാം ഉണ്ടല്ലേ. അപ്പൊ ഒരു കലാകുടുംബം തന്നെയാണ്. ഹസ്ബൻഡിന്റെ വീട്ടുകാരായാലും ചെണ്ടമേളത്തിൽ പ്രോഗ്രാം ചെയ്യുന്നതാണ്. അതൊക്കെയാണ് ഈ മോൾക്ക് അനുഗ്രഹമായിട്ട് കിട്ടിയേക്കുന്നത്. അതെ അതെ. ഈ ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറെങ്കിലും കളിക്കണ്ടേ? അപ്പൊ അത് ഈ മോൾ എങ്ങനെയാണ് അത്രയും പഠിച്ചെടുക്കുന്നത്? അത് പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കും. ഞങ്ങള് പാരമ്പര്യമായിട്ട് തുള്ളൽക്കാരാണല്ലോ. ചേച്ചിയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ട് പഠിച്ചതായിരിക്കും അല്ലേ? ആണോ? അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നത്? വീട്ടിലിരിക്കുവാണോ? അതെയോ? വീട്ടില് ഇരിക്കുവല്ല, ഞാൻ അത്യാവശ്യം ഡാൻസ് പഠിപ്പിക്കാനും പോകും. ആനിവേഴ്സറിക്ക് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ടൗൺ UP സ്കൂൾ മൂവാറ്റുപുഴയില് ആനിവേഴ്സറിക്ക് ഉണ്ടായിരുന്നു. പിന്നെ കലോത്സവത്തിന് 2 വർഷം പാലക്കുഴ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചു. ഈ വർഷം ഇവിടെ ബാക്കി സ്കൂളുകാർക്കൊന്നും നമ്മളെ അങ്ങനെ അത്ര അറിയില്ല. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ 3 വർഷം ആയതേ ഉള്ളൂ. ഇവിടെ വാടകയ്ക്ക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചേച്ചിയുടെ നമ്പർ ജസ്റ്റ് കൊടുത്തേക്കട്ടെ. ആരെങ്കിലുമൊക്കെ ഡാൻസ് പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവർ വിളിക്കുമല്ലോ. മോളെ ഇപ്പൊ ഈ ഓട്ടംതുള്ളലിനും ഡാൻസിനൊക്കെ പോയിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ എന്നാ പറയണേ മോളോട്? ഭയങ്കര സപ്പോർട്ടാണോ? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീച്ചറിന്റെ പേര് അറിയാവോ? അതിനെ ഇത്രക്ക് ഇഷ്ടം തോന്നാൻ കാരണം? ആണോ? അത് ക്ലാസ് ടീച്ചറാണ് ബിന്ദു ടീച്ചർ. പിന്നെ അനിറ്റ ജെയിംസ് എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. പുള്ളിക്കാരിയാണ് ഈ കലയിലെല്ലാം എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്ന് മത്സരങ്ങൾ കലോത്സവങ്ങൾക്കായാലും എല്ലാം കൊണ്ടുപോകുന്നത്. പിന്നെ അവിടുത്തെ സിസ്റ്റേഴ്സ്, എല്ലാവരുടെ പേരിങ്ങനെ കാണാണ്ട് പറയാൻ അറിയില്ല. പിന്നെ അവിടുത്തെ HM ടിസാറാണി സിസ്റ്റർ, എല്ലാവരും പാലക്കുഴ സ്കൂളില് അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. കാരണം ഇവിടെ ആദ്യം പാലക്കുഴ സ്കൂളിൽ പഠിച്ച് കലോത്സവത്തിന് പോയിട്ട് വന്നു കഴിഞ്ഞാലും വലിയ സപ്പോർട്ട് ഇല്ലായിരുന്നു. അത് കാരണം ഒരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു നമുക്ക്. അതുകൊണ്ട് കൊച്ചിനെ ഇപ്പൊ അവിടെ ആലക്കുഴ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം നല്ല സപ്പോർട്ടിങ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുടെ ഒപ്പം നിൽക്കും. ഇപ്പൊ നമുക്ക് ഏതോ TV പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് ഏഷ്യാനെറ്റ് ACV ചാനലിന്റെ സിൽവർ സ്റ്റാറിന്റെ ഒരു പ്രോഗ്രാമാണ്, കോമ്പറ്റീഷൻ ഷോ. അതില് നാടോടി നൃത്തമാണ് പങ്കെടുത്തത്. അത് റിസൾട്ട് വന്നിട്ടില്ല, റിസൾട്ട് ആവുന്നേ ഉള്ളൂ. ഉടനെ മോളെ TVയിലും കാണാൻ പറ്റുമല്ലേ. അപ്പൊ ഈ ഒരു അമ്മയും മോളെ മാക്സിമം നിങ്ങൾ ഷെയറും കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.